ഹലോ നമസ്കാരം. അഥർവ നായകനായ DNA എന്ന തമിഴ് മൂവി കണ്ടു. കുറച്ചിടെയായിട്ട് ഒരു പരിപ്പോട സിനിമകൾ മാത്രമാണ് അഥർവ ചെയ്യാറുണ്ടായിരുന്നത്. അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള ഈ മേഘനൊടികൾ, അതുപോലെ 100, കനിതൻ എന്നീ സിനിമകളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ത്രില്ലർ സിനിമകളായിരുന്നു. പിന്നീട് അതിനുശേഷം കുറേ പരിപ്പോട സിനിമകളാണ് ഞാൻ കണ്ടത്. അതിനുശേഷം കാണുന്ന ഒരു സിനിമയാണ് ഈ DNA. അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ക്രിപ്റ്റാണ് സിനിമയ്ക്കുള്ളത്. ഫസ്റ്റൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തെങ്കിലും പിന്നീട് പടം ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ലവ് ഫെയിലിയർ ആയിട്ടുള്ള നായകൻ അദ്ദേഹത്തെ വീട്ടുകാർ ചേർന്ന് വിവാഹം കഴിപ്പിക്കുന്നു. അതിനുശേഷം ഒരു കുട്ടി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടി മിസ്സാകുന്നു. അതുപോലെ തന്നെ പല കുട്ടികളും ഇതുപോലെ മിസ്സാകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മിസ്സായത് എന്താണ്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് സിനിമ. സിനിമയിൽ അഥർവ അത്യാവശ്യം നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. പിന്നെ ആക്ട്രസ് ആയിട്ട് നിമിഷ സജയനാണ്. പുള്ളിക്കാരിയുടെ ഒരു രീതി അറിയാലോ, എപ്പോഴും ഒരു സാഡ് ഫേസ് ആണ്. പക്ഷെ ഇതിൽ സിനിമയുടെ ഫസ്റ്റിലൊക്കെ കുറച്ച് ചിരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നീട് ആസ് യൂഷ്വൽ ആ ഒരു ഗൗരവം പിടിച്ചിട്ടുള്ള അഭിനയം തന്നെയാണ്. എനിവേ മൊത്തത്തിൽ ആക്ടിങ് ഒക്കെ എല്ലാം ഓക്കെയാണ്. സോങ്സും അതുപോലെ ആക്ഷൻ ആയാലും അത്ര വലിയൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ ഇടയ്ക്കൊക്കെ ഒരു ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്ക്രീൻ പ്ലേ ആൻഡ് മേക്കിംഗ് വാസ് ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയത് ക്ലൈമാക്സ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി തീർത്ത പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പോൾ DNA കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.